السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن أبي بكر رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: ما من عبد يذنب ذنبا فيحسن الطهور ثم يقوم فيصلي ركعتين ثم يستغفر الله إلا غفر الله له. ثم قرأ هذه الآية: والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. റവാഹു അബൂ ദാവൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, അബദ്ധമുണ്ടായാൽ, ഒരു പാപകരമായ കാര്യം വന്നു ഭവിച്ചാൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നറിയാത്ത ഒരാളും ഇല്ല. എന്തു പറയണം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ ചെയ്യണം? അതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. അതിൽ ഒരു രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്: സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മാമിൻ അബ്ദിൻ, അല്ലാഹുവിന്റെ ദാസന്മാരിൽ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി യുദ്നിബു ദംബൻ, അയാൾ ഒരു തെറ്റ് ചെയ്യുന്നു, പാപം ചെയ്യുന്നു, അയാളുടെ ജീവിതത്തിൽ ഒരു കുറ്റകരമായ ഒരു സംഭവം നടക്കുന്നു എങ്കിൽ അത് പശ്ചാത്തപിക്കേണ്ടുന്ന, തൗബ ചെയ്യേണ്ടുന്ന രൂപം എങ്ങനെയാണ്? ഫയഹ്സിനു അത്ത്ഹൂർ. മറ്റൊരു ഭാഗത്തുള്ളത് യഹ്സിനുൽ വുളൂഅ്, നന്നായിട്ട് വുളൂ എടുക്കുക. വളരെ അവധാനതയോടുകൂടി അതിന്റെ തുടക്കം മുതൽ, മുൻപ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വളരെ കൃത്യമായി. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഒരു പൊടിയുള്ള റോട്ടിൽ കൂടെ ശക്തമായ ചൂടുള്ളൊരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നാൽ സ്വാഭാവികമായും അയാൾ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് കയ്യും മുഖവും കഴുകാന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഇതിപ്പോ ഒരു പൊടിയല്ല, ഒരു പാപത്തിന്റെ പൊടിക്കൂട്ടിന്റെ ഇടയിൽ നിന്ന് ഞാൻ വന്ന വ്യക്തിയാണ്. അയാൾ ആ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ കഴുകുന്നതോടുകൂടി ഹദീസിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ കാണാൻ പറ്റും, അതിൽ കൂടിയൊക്കെയുള്ള പാപങ്ങളൊക്കെ ഒഴിഞ്ഞു വീണു. അങ്ങനെ നന്നായി വുളൂ ചെയ്തു. എന്നിട്ട് എഴുന്നേറ്റു നിസ്കരിക്കുന്നു. റക്അത്തൈനി, രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവോട് പൊറുക്കലിനെ തേടുക. അള്ളാഹുവേ, പാപിയായ എന്റെ ജീവിതത്തിൽ ഇത് വന്നു പോയിട്ടുണ്ട്, അത് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ സൂറത്ത് ആൽ ഇംറാനിലെ 135-ാമത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. എന്താ ആയത്തുള്ളത്? വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ, എന്തെങ്കിലും നീചകരമായ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകൾ, ഔ ലലമു, അല്ലെങ്കിൽ അക്രമമായ കാര്യം. ആരോട്? അൻഫുസഹും, അവനാനോട് തന്നെ. ഇനി മറ്റൊരാളോടാണെങ്കിലോ അത് അതിനേക്കാൾ വലിയ പാതകമാണ്. അത് അയാളോടും പറയണം, അള്ളാഹിനോടും പറയണം, മനസ്സിൽ കുറ്റബോധം ഉണ്ടാകണം. അള്ളാഹുവിനെ ഓർക്കുന്നു. അള്ളാഹ് പടച്ചോൻ, അത് പാടില്ലാത്തതാണല്ലോ റബ്ബേ, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് പറയാൻ പാടില്ലാത്തതാണ്, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ ഉണ്ടായി. ഫസ്തഗ്ഫറൂ, എപ്പോഴാണ് ഓർമ്മ വന്നത്? അപ്പോൾ. ആ ഫാഇൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴാണോ തെറ്റുകുറ്റങ്ങളെ പറ്റി ഓർമ്മ വന്നത് അപ്പോൾ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. പിന്നെ അവിടും ബാക്കി വെച്ചില്ല. ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹ് ചോദിക്കുക, പാപം പുറത്തു വരാൻ ഈ അള്ളാഹു അല്ലാതെ ആരാളുള്ളത്? വലം യുസിറു അലാ മാ ഫഅലു, ചെയ്തു പോയ തെറ്റിൽ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടി കാണിച്ചുകൊണ്ട് ശൈത്വാന്റെ പ്രലോഭനങ്ങളിൽ വീണുകൊണ്ട് മടിച്ച് ശടിച്ചു നിൽക്കുകയില്ല അവര്. മഫഅലു വഹും യഅലമൂൻ, അറിയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. ഉളു നന്നായിട്ട് ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, ആ വന്നുപോയ തെറ്റിനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിക്കുക. പിന്നീട് തൗബയുടെ ഷർത്തുകൾ പറഞ്ഞതുപോലെ ആ തെറ്റ് ജീവിതത്തിൽ ഒരിക്കൽ പോലും വരാതിരിക്കാനുള്ള ശപഥം അള്ളാഹുവിന്റെ മുമ്പിൽ നിർവഹിച്ചു കഴിഞ്ഞ വ്യക്തി അതിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും
അതോടുകൂടി അതിൽ നിന്ന് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നമ്മളിൽ നിന്ന് പുറത്തു മാപ്പാക്കി തന്ന ഇരുലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനിയും അവശേഷിക്കുന്ന ഏതെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത നിമിഷം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ രൂപത്തിൽ അത് അവനവന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുമുൻപിൽ നിൽക്കുമ്പോൾ ഒരു പാപത്തിന്റെ പുള്ളി പോലും അവശേഷിക്കാത്ത വിധം സംശുദ്ധമായ ഹൃദയത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.